കൊച്ചി മെട്രോയിൽ ബെഫ്കോഡ് ആദ്യ ഔട്ട്ലെറ്റ് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. വൈറ്റില മെട്രോ സ്റ്റേഷന് താഴത്തെ നിലയിലാകും ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ മൂന്നാമത്തെ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആണ് ഇത്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നു. അതിൽ എന്തിനാണ് മെട്രോ വേഗത്തിൽ പോകാൻ, അല്ലെ എന്ത് തിരക്കും നമുക്ക് പെട്ടെന്ന്? അതെ, മെട്രോ എന്തിനാണ് വേഗത്തിൽ പോകാനാണ്. അവിടെ എന്തിനാണ് മദ്യം എന്നാണ് കുറെ പേര് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മദ്യം വലിയ സംഭവമാണോ? കുറെ കാലം മദ്യം കൊടുക്കാതിരുന്നു, അതിലധികം ബിയർ പാർലറുകളൊക്കെ ആക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? നാട്ടിൽ സിന്തറ്റിക് ഡ്രഗ്സ് നന്നായിട്ട് കൂടി. പിന്നെ കുട്ടികൾക്ക് മനസ്സിലായി, ഇത് കൊള്ളാം, ഇതിന് മണം ഉണ്ടാവില്ല, പോലീസ് പിടിക്കില്ല, സംഭവം നല്ല കിളി പാർന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇതാണോ വികസനം? സത്യം പറഞ്ഞാൽ ഓരോരോ നാടുകളിൽ, നമ്മുടെ ഈ കേരളത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നുന്നത്. ഒന്ന് അപ്പുറത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ മുട്ടിന് ബാറുകളും ഉണ്ട്. ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യവും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോയി കഴിഞ്ഞാൽ, വേണ്ട ഗോവയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ മെയിനായിട്ട് കള്ളു കുടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന സ്ഥലങ്ങൾ ഇതാണല്ലോ. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല ബ്രൂവറികളുണ്ട്, നല്ല മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യം കിട്ടാനുണ്ട്. ഗോവയിലൊക്കെ ചെന്നാൽ ഒരു കുഞ്ഞു കടകളിൽ വരെ മദ്യം വിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു പ്രശ്നവും വരാനില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറയുകയാണ്, ഇനി കുറേ കുട്ടികളുടെ ശാപം, കുറേ അമ്മമാരുടെ വേദന, അമ്മമാരുടെ കണ്ണീര്, കുടിക്കാനുള്ളവൻ എന്തായാലും കുടിക്കും. ഇവിടെ കൊറോണ സമയത്ത് ആൾക്കാർ വാറ്റി കുടിച്ചു, കുടിക്കേണ്ടവൻ കുടിക്കും. അന്ന് എത്രത്തോളം വാറ്റുകൾ പിടിച്ചു, എത്രത്തോളം മദ്യം പുറത്തുനിന്ന് കടത്തിക്കൊണ്ട് വന്നിട്ട് പിടിച്ചു. അപ്പോൾ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. കഴിയുന്നതും ഇതെല്ലാം കോമൺ ആക്കുക. കുറേയൊക്കെ കോമൺ ആക്കി കഴിയുമ്പോഴത്തേ ആൾക്കാർക്ക് വേണ്ടാന്നൊരു തോന്നലിലേക്ക് പതുക്കെ എത്തുമായിരിക്കാം. അല്ലാതെ ഇത് ചുമ്മാ വെറുതെ ബീവറേജ് എന്ത് തേങ്ങ. എൻ്റെ അഭിപ്രായത്തിൽ 24 hours ആക്കണം, മാക്സിമം കുടിപ്പിക്കണം. ആൾക്കാർ കുടിക്കട്ടെ, കുടിച്ച് എൻജോയ് ചെയ്യട്ടെ. കുറേ കഴിയുമ്പോൾ മടുക്കുന്നവർ നിർത്തട്ടെ. അല്ലാത്തൊരു തട്ടിപ്പോട്ടെ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലേ?